പുതുമണി വിഷയത്തിൽ തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു പ്രകോപനപരമായ രീതിയിലാണ് അവരുടെ ബജറ്റ് തമിഴ്നാട് അനാവശ്യമായ പ്രകോപനമാണ് ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീക്കുള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ തമിഴ്നാട് ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് യാഥാർത്ഥ്യമായതിനു ശേഷം തുടർച്ചയായി ഇത്തരം പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും വരുന്നത് അനുചിതവും അനൗചിത്യവുമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ വിഷയം NDSAയുടെ പരിഗണനയിലാണ്, നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പരിഗണനയിലാണ്. പ്രത്യേകിച്ചും നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് പാസ്സായതിനു ശേഷം സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ മുമ്പ് പുറത്തു വന്ന ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആ ഉത്തരവിൽ പറഞ്ഞതായിട്ടുള്ള മേൽനോട്ട സമിതിയുടെ മുഴുവൻ അധികാരങ്ങളും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ നിക്ഷിപ്തമാണ്. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിനും തമിഴ്നാടിനും ഒരേപോലെ തന്നെയുള്ള ഒരു തലത്തിൽ തന്നെ കാര്യങ്ങൾ നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആ വിധത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇനി തുടർന്ന് നടക്കേണ്ടത് കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ ആണ്. സമഗ്രമായിട്ടുള്ള ഡാം സുരക്ഷാ പരിശോധനയാണ് നടക്കേണ്ടത്, CDSE എന്ന തലത്തിൽ. അപ്പോൾ ആ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തേണ്ടതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് പാനൽ ഓഫ് എക്സ്പേർട്സ്, അതിവിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സമിതി രൂപീകരണം അതുൾപ്പെടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ആ സമിതിയുടെ രൂപീകരണത്തിന്റെ അവസരത്തിലാണ് മുൻ LDF ഗവൺമെന്റ് സമർപ്പിച്ചതായിട്ടുള്ള കേരളത്തിന്റെ പ്രതിനിധിയെ ഏകപക്ഷീയമായി NDSA പിൻവലിക്കുകയും തുടർന്ന് അവരുടെ ഭാഗത്തു നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ വലിയ വിവാദമായി. അപ്പോൾ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആ സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ നമ്മളുടെ പ്രതിഷേധം അറിയിച്ചു. ഗവൺമെന്റ് തലത്തിൽ തന്നെ കത്തിടപാടുകൾ നടന്നു. MP എന്നുള്ള നിലയിൽ ഞാൻ നേരിട്ട് പോയി അവിടെ കൂടിക്കാഴ്ച നടത്തി. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നേരായ തരത്തിലുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം എന്താണോ പറഞ്ഞത്, ഇപ്പൊ കേരളത്തിന്റെ പ്രതിനിധിയെ പിൻവലിച്ചത് ശരിയല്ല എന്നുള്ള ആ ഒരു വിയോജനം രേഖപ്പെടുത്തിയപ്പോൾ കേരളത്തിന്റെ പ്രതിനിധിയെ തന്നാൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊള്ളാം എന്ന് പറയുകയും മറുപടി കത്ത് കേരള ഗവൺമെന്റിന് നൽകുകയും ചെയ്തു. ബഹുമാന്യനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് ഈ കാര്യം വളരെ നല്ലവണ്ണം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറായി പൊതുസമൂഹത്തിന് മുൻപിൽ അറിയിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ട്, NDSA അറിയിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം കേരളത്തിന്റെ പ്രതിനിധിയെ ഉൾപ്പെടെ ഈ ഇൻഡിപെൻഡന്റ് പാനൽ ഓഫ് എക്സ്പേർട്സിൽ അതിവിദഗ്ധരായിട്ടുള്ള സമിതിയിലേക്ക് കേരളത്തിന്റെ പ്രതിനിധിയെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ സമഗ്ര സുരക്ഷാ പരിശോധന നടക്കാൻ പോവുകയാണ്. ആ സുരക്ഷാ പരിശോധനയിലാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ തന്നെ ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ കേരളം നടത്തിയിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ടുകൾ, നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം വലിയ ഭീഷണിയെ അഭിമുഖീകരിക്കുന്നുണ്ട്. മാത്രമല്ല 130-ലധികം വർഷത്തെ പഴക്കമുണ്ട്. കാലപ്പഴക്കം ചെന്ന ഡാമുകൾ അത് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും എന്താണ് സ്ഥിതി എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അപ്പൊ മുല്ലപ്പെരിയാർ തകർന്നാൽ കേരളം നശിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനകത്തൊന്നും രണ്ടാമതൊരു അഭിപ്രായം ആർക്കുമില്ല. അപ്പൊ കേരളത്തിന്റെ സുരക്ഷയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പുതിയൊരു ഡാം എന്നുള്ള ആ ഒരു തീരുമാനം നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ നിലപാടുമായി നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാതൊരു പ്രകോപനവുമില്ലാതെ പുതിയ ഗവൺമെന്റ് തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലും അവർ സൂചിപ്പിച്ചു പുതിയ ഡാം മുല്ലപ്പെരിയാറിൽ അനുവദിക്കില്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ജലനിരപ്പ്, സുപ്രീം കോടതി അംഗീകരിച്ചതായിട്ടുള്ള ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തും എന്നുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ വന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ പ്രതിഷേധിച്ചു. സ്വാഭാവികമായിട്ടും അത് പുതിയ ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞത് അതിൻ്റെതായ നിലയിൽ നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തി. പക്ഷെ ഇനി അത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ ഇപ്പോൾ ബഡ്ജറ്റ് പ്രസംഗത്തിലും 152 അടിയാക്കി മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും എന്ന് പറയുന്നത്, അത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അനുചിതവും അനൗചിത്യവുമാണ്. അത് തീക്കുള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്.
ഇപ്പോൾ തന്നെ നമ്മൾ വലിയ ആശങ്കയിലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ചപ്പാത്ത് പ്രദേശത്തൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ പെരിയാറിലൂടെ ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി അതിതീവ്ര മഴ ഉണ്ടായാൽ വരുന്ന ആ, കൂടിയ അളവിലുള്ള വെള്ളം എത്രത്തോളം വിനാശകരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഉപ്പുതറ, അതോടൊപ്പം തന്നെ അയ്യപ്പൻകോവില്, അതോടൊപ്പം തന്നെ ഇടുക്കി ഡാമിലേക്ക് ഈ വെള്ളം ഒഴുകിയെത്തുന്ന ഓരോ മേഖലകളിൽ, പെരിയാറിന്റെ ഇരുകരകളിൽ അധിവസിക്കുന്ന വണ്ടിപ്പെരിയാർ മുതൽ ഇങ്ങ് പോന്നാൽ ആ ഉപ്പുതറയും അയ്യപ്പൻകോവിലും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ, കാഞ്ചിയാർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അത് ഡാം തുറന്നു വിടുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലൊരു വാട്ടർ ഫ്ലോ കൂടുതലായി വന്നാൽ തന്നെ പെരിയാറിൽ ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ട് നമ്മുടെ അനുഭവമാണ്. അപ്പോ ഇനി മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തി പുതിയൊരു ഭീഷണി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാവുന്നതിന് അപ്പുറത്താണ്. കേരളം തകരും, ലക്ഷക്കണക്കിന് ആളുകൾ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ MP എന്നുള്ള നിലയിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഒരു കാരണവശാലും ഇനി അങ്ങനെയുള്ള പ്രസ്താവനകളോ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇതോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും സംസ്ഥാന ഗവൺമെന്റ് വളരെ അവധാനതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ പ്രതികരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന്റെ മുൻപിലാണ്. ആ നിയമം അനുസരിച്ച് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു പോകുമ്പോൾ അതിനോട് സഹകരിച്ചുകൊണ്ട് ഈ ഡാമിന്റെ സുരക്ഷാ പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെതായ തരത്തിൽ ഇത്രയും കാലപ്പഴക്കവും അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള ഭാവിയും എല്ലാം കരുതിക്കൊണ്ട് വളരെ ഉചിതമായ ഒരു തീരുമാനം NDSAയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിൽ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിനും അത് മാത്രമേ മാർഗമുള്ളൂ, അതാണ് നിയമം. പക്ഷേ ആ നിയമത്തിന് അപ്പുറത്തേക്ക് കടന്ന് ഞങ്ങൾ 152 അടി, ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിന്നൊക്കെ പോയി. എന്നുവെച്ചാൽ സുപ്രീം കോടതി തന്നെ പുതിയ നിയമം പാർലമെന്റ് പാസ്സാക്കിയപ്പോൾ ആ നിയമത്തിന് വിധേയമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിനനുസരിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ നടത്തുമ്പോൾ എന്താണ് കേന്ദ്ര സർക്കാരിനോട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ ഏത് നിലയിലായിരിക്കും ഇതിനെ സമീപിക്കുക? കേരള ഗവൺമെന്റ് വളരെ അവധാനതയോടുകൂടി, ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ നമ്മുടെ പ്രതിനിധിയെ പിൻവലിച്ചത് ശരിയായില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധം അത് കേന്ദ്രത്തെ അറിയിച്ചു. കേന്ദ്രം അക്കാര്യത്തിൽ തെറ്റാണ് ചെയ്തത്. കാരണം കേരളത്തിന്റെ ഒരു പ്രതിനിധിയെ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതിനിധി അവിടെ തന്നെ ഉണ്ടാവണം. തമിഴ്നാടിന്റെ ഒരു പ്രതിനിധി അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അത്തരം ഒരു അവസരത്തിൽ കേരളത്തിന്റെ പ്രതിനിധിയെ മാറ്റേണ്ടതായ ഒരു പശ്ചാത്തലം കേന്ദ്രം വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ അസൗകര്യം നിമിത്തം ഞങ്ങൾ മാറ്റി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അസൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ആളെ മാറ്റുമ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള കേരള ഗവൺമെന്റിനോട് അഭിപ്രായം ചോദിച്ച് കേരളത്തിന്റെ മറ്റൊരു പ്രതിനിധിയെ വെക്കേണ്ടതായിരുന്നു. ആ സ്ഥാനത്താണ് അവർ ഏകപക്ഷീയമായി നമ്മുടെ ആളെ പിൻവലിച്ച് പുതിയൊരാളെ വെച്ചത്. ഏതായാലും അവരുടെ തെറ്റ് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരാളെ നമ്മുടേത് നിയമിക്കുകയും ചെയ്തു. അപ്പോൾ നീതിപൂർവമായ ഒരു പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. ചെയ്തതായ അല്ലെങ്കിൽ ഉണ്ടായതായ ചെറിയൊരു വീഴ്ച അവിടെ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ഇനി ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാതെ കേരളത്തിന്റെ വാദങ്ങൾ കൃത്യമായ വണ്ണം അവിടെ രേഖപ്പെടുത്തപ്പെടുകയും അതിനനുസരിച്ചുകൊണ്ടുള്ള സമഗ്ര സുരക്ഷാ പരിശോധനയിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ഒക്കെ തന്നെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ. ഈ കാര്യത്തിൽ നമ്മളൊരു രാഷ്ട്രീയം കാണുന്നില്ല. കോൺഗ്രസ് ഭരണത്തിലുണ്ടോ കോൺഗ്രസ് ഭരണത്തിലില്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം നമ്മുടെ നാടിന്റെ സുരക്ഷയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തെ ആ ഒരു നിലയിൽ തന്നെ നമ്മളിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ ഇതിനെ ഒരിക്കലും കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ എന്താണ് 2010 കാലഘട്ടത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും ഉൾപ്പെടെയുള്ള തിരിച്ചടി ഉണ്ടായ കാലഘട്ടത്തിൽ പോലും ഇനി അല്ലെങ്കിൽ ഈ കേസിന്റെ നാൾവഴികളിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് പുതിയ ഡാം എന്നുള്ളതാണ്. ആ പുതിയ ഡാം എന്നുള്ള ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് അതിനനുസരിച്ചുള്ള വാദമുഖങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ വളരെ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ റൂർക്കി IIT-യുടെയും IIT ഡൽഹിയുടെയും അതോടൊപ്പം തന്നെ അതിവിദഗ്ധരായിട്ടുള്ള മറ്റുള്ള ഡാം സുരക്ഷാ ഡാം സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളുണ്ട്. ന്യൂയോർക്ക് ടൈംസ് പോലും ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ രേഖപ്പെടുത്തിയ നമ്മൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണിയെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ഒരു ഡാം എന്നുള്ള നിലയിൽ ഇന്ത്യയിലുള്ള മുല്ലപ്പെരിയാർ ഡാം എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ഇതൊക്കെ വസ്തുതകളായി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ കാര്യത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ കാര്യത്തിൽ ഉദാരമായ ഒരു സമീപനം തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നുണ്ടായി. തമിഴ്നാടിന് ദോഷകരമായ ഒന്നും കേരളം ചെയ്യില്ല. നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മൾ ഇരട്ടപ്പെട്ട സഹോദരങ്ങളെ പോലെയാണ് കേരളവും തമിഴ്നാടും എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു തർക്കത്തിലേക്ക് നമ്മൾ ഈ വിഷയം കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടുമില്ല.
നമ്മൾ ആവശ്യമായ വെള്ളം കൊടുക്കും, അതിനനുസരിച്ചുള്ള കരാറുണ്ടാക്കും. ഇനി അതല്ലെങ്കിൽ നിലവിലുള്ള കരാറിലാണെങ്കിൽ തന്നെയും ആ വെള്ളം കൊടുക്കുന്നത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കും. എന്തു തന്നെയാണെങ്കിലും കേരളത്തിന്റെ സുരക്ഷയെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ നശിക്കട്ടെ, ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ മാത്രം നടപ്പിലാകട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തമിഴ്നാട് പോകുമെന്ന് ഞാൻ ഈ ഘട്ടത്തിലും കരുതുന്നില്ല. വളരെ വളരെ ഉദാരമായ ഒരു സമീപനം. ഏതായാലും ഇത് NDSAയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് സമഗ്ര സുരക്ഷാ പരിശോധന ഉടനെ തന്നെ നടക്കും എന്നുള്ള ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകട്ടെ. അല്ല, നമ്മള് അങ്ങനെ ഒരു സിസ്റ്റത്തിലല്ല ഇപ്പോൾ ഈ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ നാളെ ഓടിച്ചാടി കയറി കേന്ദ്രത്തെ സമീപിക്കുന്നു, ഇനി അതല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു, അതല്ല. ഇതിപ്പോ ഒരു നിയമമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. അതിനോട് സഹകരിച്ചാണ്. അപ്പൊ നമുക്കും അങ്ങനെ സഹകരിക്കേണ്ടി വരും, തമിഴ്നാടിനും സഹകരിക്കേണ്ടി വരും. തമിഴ്നാടും ഇപ്പൊ ഇതൊക്കെ തമിഴ്നാട് പറഞ്ഞാലും എന്ത് നയപ്രഖ്യാപനം പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള NDSAയുടെ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കും. സമഗ്ര സുരക്ഷാ പരിശോധന അതാണ് രാജ്യത്തുള്ള നിയമം, അല്ലെങ്കിൽ ആ നിയമം മാറ്റപ്പെടണം. പ്രസ്താവനകൾ നടത്തുന്നത് മുഖ്യമന്ത്രി തലത്തില് ഞാൻ പറഞ്ഞതേ, അങ്ങനെ ചർച്ച നടത്തി ഒരു കാര്യം സൊല്യൂഷനിലേക്ക് കൊണ്ടുവരികയല്ല വേണ്ടത്. അല്ല, അതല്ല ഇപ്പോഴത്തെ സ്റ്റേജ്. ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി ഞാൻ പറയാം. ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡയലോഗ് നടത്തേണ്ട ഒരു സ്റ്റേജ് അല്ല. ഇത് നിയമമനുസരിച്ച് രൂപീകൃതമായ ഒരു സമിതിയുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയോ ഇനി അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയൊക്കെ ആകാമായിരിക്കാം. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. ഞാനിപ്പോ ഒരു MP മാത്രമാണ്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആണ് ഈ കാര്യങ്ങൾ നടക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ സാങ്കേതികമായി തന്നെ നിന്നുകൊണ്ട് ഞാനത് പറഞ്ഞു തീർക്കട്ടെ. അതായത് സാങ്കേതികമായി തന്നെ ഈ കാര്യം നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായും നടക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിലും പ്രസക്തി പുതിയ സംസ്ഥാന ഗവൺമെന്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് എനിക്ക് കൊടുത്തിട്ടുണ്ട്. ആര് പറഞ്ഞു? അല്ല, അത് ശരിയല്ല. അത് അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മോൻസ് ജോസഫ് വളരെ കൃത്യമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കുൾപ്പെടെ അറിയാവുന്നതാണെന്നാണ് എൻ്റെ ബോധ്യം. മാത്രമല്ല, ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി എല്ലാം വ്യക്തമാണല്ലോ. ഇപ്പൊ ഞാൻ അവസാനം ചോദിച്ച ചോദ്യം ഉൾപ്പെടെ ഇപ്പൊ നമ്മൾ പുതിയൊരു പ്രതിനിധിയെ കേരളത്തിന്റെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അക്കാര്യത്തിൽ ഒന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല. പ്രകോപനം സൃഷ്ടിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതാണ് എന്റെ പോയിന്റ്. എന്റെ പോയിന്റ് അതാണ്. ഇവിടെ അല്ല, അത് ഇന്നലെ ജലവിഭവ മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ജലവിഭവ മന്ത്രി പറഞ്ഞാൽ കേരളത്തിന്റെ അഭിപ്രായമാണല്ലോ. തമിഴ്നാട് ഇങ്ങനെ ചെയ്ത് ശരിയല്ല എന്ന് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മോൻസ് ജോസഫ് ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. അതാണല്ലോ ഗവൺമെന്റ് സ്റ്റാൻഡ്. ഗവൺമെന്റ് സ്റ്റാൻഡിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ പറഞ്ഞ ടെക്നിക്കൽ ആയിട്ടുള്ള ഫോർമാലിറ്റീസ് പൂർത്തീകരിക്കാൻ തമിഴ്നാട് സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടത്. അതിനനുസരിച്ച് എല്ലാവരും പൊരുത്തപ്പെടണം, എല്ലാവരും അതിനോട് സഹകരിക്കുകയും വേണം. ഇപ്പൊ ഈ പറഞ്ഞതായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ വന്നതായിട്ടുള്ള പ്രസ്താവന കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളും അക്കാര്യത്തിൽ പ്രതീക്ഷിച്ചത്. നിലവിൽ അതിന് യാതൊരു പ്രാധാന്യമില്ല. കാരണം ഇത് വളരെ ടെക്നിക്കലായി നിൽക്കും. അതോടൊപ്പം നിയമപരമായ സാൻറ്റിറ്റിയും അതിനുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പൊ ഈ വന്നതായ പ്രസ്താവനയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വിശദീകരിച്ചതുപോലെ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായാൽ, അതിതീവ്ര മഴയുണ്ടായാൽ, പെരിയാറിന്റെ ഇരുകരകളിലും വണ്ടിപ്പെരിയാറിൽ നിന്നും തുടങ്ങിയാൽ ഈ പറയപ്പെടുന്ന അയ്യപ്പൻകോവിൽ, ഉപ്പുതറ ഉൾപ്പെടെയുള്ള കാഞ്ചിയാർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 1 ഇഞ്ച് പൊക്കിയാൽ, ഒരടി ഉയർത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എല്ലാ വർഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒഴിവായി പോകണമേ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുന്നത് എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ്. 152 അടിയാക്കിയൊക്കെ മുല്ലപ്പെരിയാറിന്റെ നിലവിലുള്ള സ്ഥിതിയിൽ ജലനിരപ്പ് ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ നാട് ബാക്കി ഉണ്ടാവില്ല എന്ന് വിവരവും വിദ്യാഭ്യാസമുള്ള എല്ലാ ആളുകൾക്കും അറിയാം. അപ്പൊ അതിനപ്പുറത്ത് ഇങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ സ്റ്റാൻഡ്.